C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇത് സത്യഭാമയുടെ വീടിന്റെ ആധാരമാണല്ലോ. സത്യം പറഞ്ഞ അച്ഛനെയും കൂട്ടി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ അമ്മയ്ക്ക് പറ്റുന്ന കാര്യമല്ല. അത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. അതാ ഒരു ഉറപ്പിന് വേണ്ടി ഞാൻ തന്നെ വന്നതും ഈ ആധാരം നേരിട്ട് തരുന്നതും. കല്യാണക്കാരി ആയതുകൊണ്ട് നീട്ടിവെക്കാൻ പറ്റാത്ത ഒരവസ്ഥയില. സ്വർണം കിട്ടിയേ പറ്റൂ. ഈ ആധാരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വഴി. ഇല്ലില്ല, ഒരു പ്രശ്നവുമില്ല. കുഞ്ഞിന് എന്താ എത്രയാ വേണ്ടെന്ന് മാത്രം പറഞ്ഞാ മതി. അതിപ്പം മുതലാളി, അമ്മ ആവശ്യപ്പെട്ട 30 പവൻ കിട്ടിയേ പറ്റൂ. പിന്നെ കല്യാണ ചെലവിനൊരു 10 ലക്ഷം രൂപ കൂടി തരാൻ പറ്റുമായിരുന്നെങ്കിൽ. സത്യഭാമയുടെ വീടിന്റെ ആധാരമല്ലേ കയ്യിൽ. 30 അല്ല 300 പവൻ കൊടുത്താലും കച്ചവടം നഷ്ടമല്ല. ഒന്നും പറഞ്ഞില്ല. ശാരദാമ്മ ചോദിച്ചു 30 പവൻ തരാൻ എനിക്കൊരു വിസമ്മതവും ഇല്ല. അതിന്റെയൊക്കെ മോഡലും ഡിസൈനും ഒക്കെ ആയിട്ട് എങ്ങനെയാ ഏതൊക്കെയാണെന്ന് ചോദിച്ചോണ്ട് ജ്വല്ലറിന്നൊരു ജോലിക്കാരൻ വിളിച്ചോളൂ. അപ്പൊ അതങ്ങ് പറഞ്ഞാ മതി. പിന്നെ ആ 10 ലക്ഷം കുഞ്ഞിന് ഭാഗ്യമുണ്ടെന്നേ ഞാൻ പറയും. MG റോഡിലൊരു പ്ലോട്ട് നോക്കി അതിന് അഡ്വാൻസ് കൊടുക്കാൻ ഇറങ്ങിയതാ ഞാൻ. ഏതായാലും ഇനിയിപ്പം ആദ്യം ഇക്കാര്യം തന്നെ നടക്കട്ടെ. ആ 10 ലക്ഷം തികച്ചും കുട്ടിക്ക് കൊണ്ടുപോ. ഗോപാലേട്ടാ, അന്നത്തെ ആ ആക്സിഡന്റിന് ശേഷം നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടെന്ന് എനിക്കും ബാലചന്ദ്രനും ബലമായി സംശയമുണ്ട്. കാതിൽ കിടന്ന കമ്മൽ ഊരിക്കൊടുത്തും ഞരമ്പിലെ ചോര ഊറ്റിക്കൊടുത്തും ജീവൻ രക്ഷിച്ചതല്ലേ ആദ്യ ഭാര്യയും മകളും. അപ്പൊ അതിന്റേതായ ഒരു കടപ്പാട് അങ്ങോട്ടും ഉണ്ടാവുമെന്ന് തോന്നി. അങ്ങനെ ഒരു കടപ്പാട സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബന്ധത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ രാജേശ്വരി. ഗോപാലേട്ടൻ അങ്ങനെയൊന്നും പറയണ്ട. പുതിയത് എന്ത് കണ്ടാലും കമ്പം തോന്നുന്നവരാ ആണുങ്ങള്. കുറച്ചുകാലം അടുത്തിടപഴകി കഴിയുമ്പോ അതിനോടുള്ള ഭ്രമം തീരും. പിന്നെ പുതിയതിന്റെ പിന്നാലെയോ പഴയതിന്റെ പിന്നാലെയോ ഒക്കെ പോയിന്നിരിക്കും. മൊത്തം ആണുങ്ങളുടെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എന്റെ കാര്യം അറിയാം. നിങ്ങളെ സംശയം തോന്നിയത് കൊണ്ട് തന്നെയാ അന്ന് ബാലചന്ദ്രനെ ഞാനും ഒക്കെ അങ്ങനെ സംസാരിച്ചത്. അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കണമെന്നില്ല. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ യുദ്ധപ്രഖ്യാപനത്തിന്റെ ആവശ്യവും ഇല്ല. നമുക്ക് പഴയതുപോലെ തന്നെ സ്നേഹമായിട്ട് മുന്നോട്ട് പോവാം. സ്വത്തൊന്നും ഇപ്പൊ എന്റെ പേരിൽ എഴുതി വെക്കണമെന്നില്ല. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് കിട്ടിയേ പറ്റൂ ഗോപാലേട്ട. ശാരദയും മക്കളുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ യാതൊരുവിധ ബന്ധവും പാടില്ല ഗോപാലേട്ടന്. ഞാനത് എത്ര വട്ടം ആണയിട്ട് പറഞ്ഞു രാജേശ്വരി. ഇനി എന്താ നിന്റെ തലയെ കൈവച്ച് സത്യം ചെയ്യണം? അയ്യോ, അങ്ങനത്തെ സാഹസമൊന്നും ചെയ്തു കളയല്ലേ. തല എനിക്ക് പിന്നെയും വേണ്ടതാ. ഇവളെ കെട്ടാൻ പോകുന്നത് രാജീവാണെന്ന് നീ പറയുന്നു. പന്തലിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് ദൈവത്തിനറിയാം. അതാണല്ലോ ശാരദയുടെ മക്കളുടെ സ്വഭാവ മഹിമ. രാജേശ്വരി, നിന്ന് ന്യായം പറയാതെ ഇറങ്ങി പോടി. ഈ കുറിയെങ്കിലും ഒന്ന് വാങ്ങണം. ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്? അവളുടെ ഒരു കുറി. ഇങ്ങത്താ നോക്കട്ടെ. എന്താടി അച്ചടിച്ച് വെച്ചിരിക്കുന്നേ? ശാരദ ഗോപാലകൃഷ്ണനെന്നോ? മുമ്പേ പറഞ്ഞല്ലേ
അച്ഛൻ ഈ വിവാഹത്തിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ലെന്ന്. പിന്നെന്തിനാ മൂന്നാൾ കൂടി അങ്ങോട്ട് കയറി വന്നത്? മോളെ, മോൾ അച്ഛനോട് വിഷമമൊന്നും വിചാരിക്കരുത്. ഉള്ളിൽ ഒരു സങ്കടവും പാടില്ല. പുതിയൊരു ജീവിതത്തിലേക്ക് കാലുവയ്ക്കാൻ നീ. അച്ഛന്റെ പ്രാർത്ഥന കൂടെ ഉണ്ടാവും, ഒപ്പം അനുഗ്രഹവും. ഇതേ ഉള്ളു തരാനിപ്പോ അച്ഛന്റെ കയ്യില്. സന്തോഷമായിട്ടിരിക്കെ. ആ ആധാരം പണയം കൊടുത്താ ഈ കല്യാണം നടത്തുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാ അത്. പക്ഷെ പരസ്യമായി അതൊന്നും പറയാനോ പ്രകടിപ്പിക്കാനോ എനിക്ക് പറ്റില്ല. രാജേശ്വരി അറിയാതെ ഞാൻ ഇങ്ങോട്ട്. മനസ്സിലാവുന്നുണ്ട്. കല്യാണത്തിന് പറഞ്ഞില്ലേ ശാരദേ, വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആളായി വന്ന് നിൽക്കാൻ പറ്റില്ല. എന്റെ അവസ്ഥ നീ മനസ്സിലാക്കണം. പോട്ടെ, ചിലപ്പോ രാജേശ്വരിയോ ബാലേന്ദ്രനോ അന്വേഷിച്ചു വന്നെന്നിരിക്കും. നിങ്ങൾ ഇവിടെ കാണുമെന്നൊരു ഊഹം വെച്ചാ ഇങ്ങോട്ട് വന്നത്. കണ്ടു. ഇനി പോണം. എല്ലാം നന്നായിരിക്കട്ടെ. ശാലിനി ഇതുവരെ കണ്ടില്ലല്ലോ. ഞാൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് പൊളച്ച് ഉറപ്പായിട്ടും പണം കൊടുത്തിട്ടുണ്ട്. ഓളച്ചൻ പണം കൊടുത്തിട്ടുണ്ടാവും വിഷ്ണുവേട്ടാ. പക്ഷേ അതോടെ മൊത്തം പൊളി. എവിടെയാണ് നിന്റെ ഭാര്യ? എന്താന്ന് ഈയൊന്നും മിണ്ടാത്തത്? പോയ വഴിയെന്നാണോ? ദേ, ഈ വീടിനൊരു ചിട്ടയുണ്ട്, അതൊന്ന് പറഞ്ഞു കൊടുത്തേക്കണം. അതൊക്കെ ഈ സുസ്മിതയെ കണ്ടു പഠിക്ക്. എവിടെ പോയാലും പറഞ്ഞിട്ടേ പോകൂ. പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ചെത്തുകയും ചെയ്യും. അതൊക്കെയാണ് കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളുടെ ലക്ഷണം. ശാലിനി അല്പം താമസിച്ചാലും ചെയ്തിട്ട് വരുന്നത് നല്ല കാര്യം തന്നെ ആയിരിക്കും അമ്മേ. അത് കലക്കി. അല്ല ഭാമേ, ഈ കോഫിയുടെ കാര്യമാണ് പറഞ്ഞത്. അല്ല, സാധാരണ നീ ഉണ്ടാക്കുന്ന കോഫി അല്ലല്ലോ ഇത്. എന്താ, നല്ല കോഫി ഉണ്ടാക്കാൻ ടിപ്സ് എല്ലാം പറഞ്ഞു തന്നോ ശാലിനി? രാഘവേട്ട, ഈയിടെയായിട്ട് രാഘവേട്ടന് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. എവിടെയായിരുന്നു ഇത്ര നേരം? ഓ, ജാമ്യത്തിന് അമ്മയും കൊണ്ട് വന്നിരിക്കുക അല്ലേ? അതിനല്ല അമ്മ വന്നത്. നമസ്കാരം. ആ മുഖം കണ്ടില്ലേ? ഇങ്ങോട്ട് വരുമ്പോ നനഞ്ഞ പൂച്ചക്കുഞ്ഞിനെ പോലെ ഇരിക്കും. ഇവിടുന്ന് ഇറങ്ങുമ്പോ ഈ വീടിന്റെ അടിവേര് തന്നെ ഇളക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. ഈ പഴയ കാര്യങ്ങളൊക്കെ എന്തിനാണ് അമ്മ വീണ്ടും കുത്തിയിളക്കുന്നത്? ആന്റി, പഴയതൊന്നും ചെയ്യേണ്ടെന്ന എന്റെ അഭിപ്രായം. നോക്കണം ശാരദേ, നിങ്ങൾ ഇവിടെ വന്നപ്പോഴെല്ലാം ഇവൾക്ക് ദ്രോഹം ചെയ്തിട്ടുള്ളത്. എന്നിട്ടും അതെല്ലാം ക്ഷമിക്കാനുള്ള അവളുടെ ആ മനസ്സ്, അത് കണ്ടു പഠിക്കണം. എന്താണാവോ കാര്യം? പിന്നെ നോക്ക് ശാരദേ, നിങ്ങളുടെ മകളുടെ കഴുത്തിൽ അബദ്ധത്തിൽ ഒരു താലി കെട്ടിയെന്ന് കരുതി ഇവൻ സത്യഭാമയുടെ മകനല്ലാതാവില്ല.
നിങ്ങളുടെ വീട്ടിലെ പന്തല് പണിക്കും പാത്രം മോറാനൊന്നും ഇവനെ പ്രതീക്ഷിക്കണ്ട. അതങ്ങനെയാണോ ഭാമ എടുക്കേണ്ടത്? വിഷ്ണുവിന്റെ കല്യാണം വന്നപ്പോ അത്ര രസത്തിലല്ലാതിരുന്നിട്ടും നീ എന്തിനാ അർജുന്റെ വീട്ടിൽ പോയി ക്ഷണിച്ചത്? പന്തല് കെട്ടാനും പാത്രം മോറാനും ആണോ? എന്തു പറഞ്ഞാലും ആ വീട്ടിലെ ആദ്യത്തെ മരുമകൻ വിഷ്ണുവാ. ആ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ മുന്നിൽ നിൽക്കേണ്ട അവൻ തന്നെയാ. അതവന്റെ കടമയാ. ശരി, തോന്നി വാസം എന്താന്ന് വെച്ചാ ആയിക്കോ. പിന്നെ അതൊന്നും കാര്യാക്കണ്ട. ഡാ, നീ ഇവരോട് കൂടെ ഇറങ്ങാൻ നോക്ക്. ഇയാളെ ഈ വീൽ ചെയറോടെ എടുത്ത് കിണറ്റിലിട്ടാലോ? ഓ, ഞാനതങ്ങ് മറന്നുപോയി. ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അതെന്താ? പഴയൊരു പാട്ടുണ്ട്. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ എന്നൊക്കെ പറഞ്ഞ്. ഈ കല്യാണത്തിന് മുന്നേ അങ്ങനെ ആയിരിക്കും എന്നാ പലരും പറയുന്നേ. ആ, അത് പലരും പറയുന്നതല്ലേ. ഞാൻ എന്തായാലും ഇന്ന് രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. എന്തായാലും ഇന്ന് രാത്രി എനിക്ക് ഉറക്കമില്ല. പിന്നെ ഇയാള് നന്നായിട്ട് കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ. അതെന്താ? നാളെ രാത്രി മുതൽ ഉറക്കമില്ലല്ലോ. അതെന്താ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. കല്യാണം കഴിഞ്ഞ് ഇളങ്ങി വാ. ഭക്ഷണത്തും പറയുന്നോ? സാറുമാർ ഇങ്ങനെയൊക്കെ സംസാരിക്കോ? എനിക്കറിയില്ലായിരുന്നു. സാറായാലും പ്രിൻസിപ്പാൾ ആയാലും പ്രേമിക്കുന്ന പെണ്ണിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ തന്നെ മനുഷ്യന്മാര് സംസാരിക്കുന്നേ. ആന്റി ഒന്നും കേൾക്കണ്ട. ഞാൻ സാറിനെ വഴിപിഴപ്പിച്ചു എന്ന് പറയും. എന്റെ അടുത്ത് ഇപ്പൊ ആരുമില്ല. ആ, ഞാനേ വേറൊരു കാര്യം അറിയാനും കൂടെ വിളിച്ചേ. എന്താ സാർ? നമ്മുടെ വിവാഹത്തിന് സ്ത്രീധനമായിട്ട് അമ്മ നിങ്ങളോട് സ്വർണം എന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നോ? നേരത്തെ ഉറപ്പിച്ച 30 പവൻ നൽകിയിരിക്കുന്ന വാക്ക്, അതാണ് ആവശ്യം. ഉറപ്പ് വിജയന്റെ ഒപ്പം രാജീവ് ഇത് അറിയാനും പാടില്ല ഒരു കാലത്തും. എന്താടോ ഒരു പരിങ്ങല്? ഇയാള് കാര്യം തുറന്നു പറ. അതൊന്നുമില്ല സാർ. പിന്നെ ഒരു 30 പവന്റെ കാര്യമൊക്കെ അമ്മയോടെ പറയുന്നത് കേട്ടു. അത് അമ്മ അങ്ങോട്ട് വാക്ക് കൊടുത്തതാ 30 പവൻ കൊടുക്കാന്ന്. ഓ, കല്യാണത്തിന്റെ സമയത്തിന് തന്നെ നീ എത്തിക്കണേടി. അപ്പൊ ഞാൻ വെക്ക. ഫ്രണ്ട് അല്ലേ വലിയച്ചി? ആ, അതേന്നെ. എന്തായാലും ഫ്രണ്ടിനോട് കൃത്യസമയത്ത് തന്നെ വരാൻ പറഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ കല്യാണം നടക്കില്ലല്ലോ. ഞാനിത് എത്ര നേരായി നിന്നെ വിളിക്കുന്നു സുസ്മിതേ. നീ എന്താ കോൾ അറ്റൻഡ് ചെയ്യത്തെ? ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് ചേച്ചി. സമയാകട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്യായിരുന്നു. എന്താ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് വിട് ചേച്ചി. ഇപ്പൊ എന്നെ വിളിച്ചെന്തിനാന്ന് പറ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനല്ലേ ഞാൻ നിന്നെ മരിച്ചു വിളിച്ചോണ്ടിരിക്കുന്നേ. ആ, കേൾക്കട്ടെ. കേട്ടാ നീ ഞെട്ടും. ഞെട്ടാൻ ഞാൻ റെഡിയാ ചേച്ചി, പറഞ്ഞു. ശാലിനി സത്യഭാമയുടെ വീടിന്റെ ആധാരം പണയം വെച്ച് പോളച്ചന്റെ കയ്യിൽ നിന്ന് സ്വർണവും പണവും വാങ്ങിച്ചിരിക്കുവാന്ന്. ഞാൻ ഞെട്ടിയില്ല ചേച്ചി. അതെന്താ? ഞാനല്ലേ അതിന് പിന്നിൽ കളിച്ചത്. നീയോ? അതെ ചേച്ചി, ഞാൻ തന്നെ. നിനക്കിത് എന്തിന്റെ കേടാ സുസ്മിതേ? കോടികൾ മതിക്കുന്ന ഭൂമിയല്ലേ അത്. ഇനിയിപ്പോ ശാരികയുടെ കല്യാണം കൂളായിട്ട് അങ്ങ് നടക്കില്ലേ? ശാരികയുടെ കല്യാണം നടക്കില്ല ചേച്ചി. അത് നടക്കാതിരിക്കാനാ ഞാനങ്ങനെ ചെയ്തത്. നീ എന്താ പറയുന്നേ? എനിക്കൊന്നും എങ്ങനുണ്ട് എന്റെ ഐഡിയ? സൂപ്പർ, ഇത് പൊളിക്കും. ബാലചന്ദ്രനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് കാലു മാറിയതിന്റെ കടം ശാലിനിയോട് വീട്ടണ്ടേ ചേച്ചിക്ക്? ഉറപ്പായും. എന്റെ വിഷ്ണുവേട്ടനെ തട്ടിയെടുത്തതിന്റെ ഒരു സെറ്റിൽമെന്റ് കൂടി ഞങ്ങൾക്കിടയിൽ ബാക്കി കിടപ്പുണ്ട്. അതിന്റെ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാ ഈ കല്യാണം മുടക്കൽ. ശരി മോളെ, എന്നാ ഞാൻ വെക്കുവാ. എല്ലാം പറഞ്ഞ പോലെ.
തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാം കൂടെ താങ്ങത്തില്ല ശാലിനി നീ. അയ്യോ ദേ വരുന്നു. ഭയങ്കരമായിട്ട് ക്ഷമ കെട്ടതുപോലെ ഉണ്ടല്ലോ. ആര് പറഞ്ഞ? അങ്ങനെയൊന്നുമില്ല. ആരും പറഞ്ഞതല്ല, മുഖം കണ്ടപ്പോ അങ്ങനെ തോന്നി. ഏയ്, എനിക്കൊരു കുഴപ്പമില്ല. അതെ, എന്താ പരിപാടി? എന്ത് പരിപാടി? കിടക്കണം. എന്നാ കിടന്നു. ഹലോ ഹലോ ഹലോ, അവിടെയല്ല, ഇവിടെ. ഇവിടെയാ? ആ, ഇവിടെ തന്നെ. വീട് മാറിയെന്ന് കരുതി പതിവിലൊന്നും ഒരു മാറ്റമില്ല. കിടല ഒന്ന് നിന്ന്. ഇതിപ്പോ ആരെന്റെ പന്തലിൽ എന്റെ കെട്ട് കണ്ടോന്ന് പറഞ്ഞതുപോലെയായി. ജീവിതത്തിൽ ദേഹം അനങ്ങി ഒരു ജോലിയും ചെയ്യാത്തയാളാ മറ്റുള്ളവരെ ശാസിക്കുന്ന. അതെ, ഞാൻ സൂപ്പർവൈസറാ. സൂപ്പർവൈസർ ജോലി ചെയ്യാറില്ല, ജോലി ചെയ്യിപ്പിക്കാറുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അതെ, ഇന്ത്യൻ ഭരണ. ചായ കുടിച്ചോളൂ കേട്ടോ. അവിടെ അതെ, ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ച കാര്യങ്ങൾ മാത്രമല്ലല്ലോ നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ആണോ? മറ്റു മനുഷ്യന്മാരെ കണ്ണൂട്ടി പേടിപ്പിക്കുന്ന ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ലല്ലോ. എന്നിട്ട് ഇയാളുടെ ഈ ഉണ്ട കണ്ണു വെച്ചിട്ട് എപ്പോഴും എന്നെ തുറച്ചു നോക്കി പേടിപ്പിക്കണ്ടല്ലോ. അയ്യോ, ആ ചേർന്ന് മാറ്റിയിടൂ. അങ്ങോട്ട് ഇങ്ങോട്ടല്ല. അയ്യോ, ആ ചേർ കിടക്കുന്ന കണ്ടില്ലേ? എടോ, ഇതിന്റെ ബാക്കി ഞാൻ കൊണ്ടുവരണ. ഇത് കണ്ടില്ലേ, ഫില്ല് ചെയ്ത് കിടക്കണം. ഇയാളിങ്ങനെ പുതുപുത്തൻ തമാശ പറഞ്ഞ് ചിരിപ്പിക്കല്ലേ. ഇവിടെ നിന്ന് ഓവർ ആക്ടിങ് കാണിച്ച് ചണമാക്കരുത്. എന്റെ ഭർത്താവായതുകൊണ്ട് എനിക്കാ നാണക്കേട്. ഓക്കെ, ശാലിനി പോയിട്ട് പന്തലൊരുക്കൂ. എടാ, നിങ്ങൾ പെണ്ണിനെ റെഡിയാക്കണം, അല്ല പന്തല്. കൺഫ്യൂഷൻ ആക്കാൻ. അതാർക്കാ ഇപ്പൊ സത്യഭാമയുടെ വീടിന്റെ ആധാരം മോഷ്ടിക്കാൻ മാത്രം ഇത്ര ധൈര്യം? ശാലിനിക്ക് ടൈമിംഗ് ഇല്ലാന്ന് പറഞ്ഞത് പിൻവലിച്ചു. നല്ല പെർഫെക്റ്റ് ടൈമിംഗ്. എന്താ രാജേശ്വരി പറഞ്ഞത്? സാറിന്റെ സംശയത്തിനുള്ള മറുപടിയാ ഞാൻ പറഞ്ഞത്. ഈ വീടിന്റെ ആധാരം മോഷ്ടിക്കാൻ ധൈര്യമുള്ളത് ആർക്കാണെന്ന്. നിങ്ങളുടെ വീടിന്റെ ആധാരം ഇവിടെ തപ്പിട്ട് കാര്യമില്ല സത്യഭാമൻ. അതിപ്പോ സ്വർണ്ണക്കട മുതലാളി പോളച്ചന്റെ ലോക്കറിനുള്ളിൽ ഭദ്രമായിട്ട് ഉറങ്ങുക. അത് പണയം വെച്ച് കിട്ടിയ പൊന്നും പണവുമാ ഇപ്പൊ ശാലിനിയുടെ ചേച്ചി ശാരികയുടെ കല്യാണ പന്തലിൽ പൊടി പൊടിച്ചോണ്ടിരിക്കുന്നത്. അതിനുള്ള ധൈര്യമൊന്നും ശാലിനിക്കില്ല രാജേശ്വരി. പ്രസവിച്ച് പാലൂട്ടി വളർത്തി വലുതാക്കിയ മോനെ രാജ്യരാമാനം നിങ്ങളുടെ മൂക്കിൻ തുമ്പത്ത് നിന്ന് അടിച്ചോണ്ട് പോയവൾക്കാണോ സത്യമേ ഒരു ആധാരം മോഷ്ടിക്കാൻ പ്രയാസം? ഈ വീടിന്റെ അടിക്കല്ല് കൂടി വേണ്ടി വന്നാ ഇളക്കി വിൽക്കും അവള്. ധൈര്യം ചില്ലറയൊന്നും അല്ല. സത്യഭാമയോ പോളച്ച? പറഞ്ഞോ സത്യാമേ. എനിക്കൊരു വിവരം അറിയണം. പോളച്ച ഞാൻ ചോദിക്കുന്നതിന് അതെ അല്ലെങ്കിൽ അല്ല എന്ന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. എന്താണാവോ? കുടുംബശ്രീ ശാരദയുടെ മകൾ ശാലിനി എന്റെ വീടിന്റെ ആധാരം പണയം വെച്ച് പോളച്ചന്റെ അടുത്തുനിന്ന് സ്വർണമോ പണമോ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? അല്ല, അത് സത്യാമേ. യെസ് ഓർ നോ? വാങ്ങിച്ചിട്ടുണ്ട് സത്യാമേ. എന്താ സത്യാമേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
ശാരദയുടെ മകൾ ശാരികയുടെ വിവാഹം നടക്കുക അവരുടെ വീട്ടുമുറ്റത്ത്. 10 മിനിറ്റിനുള്ളിൽ പോളച്ചൻ ആ പന്തലിലുണ്ടാവണം. കൊള്ളാം. ഇത് കഴിഞ്ഞ അടുത്ത പണിയിട്ട് പോയി നോക്കടാ. പായസം അത് ഞാൻ നിനക്ക് തരാം. ആള് ജിമ്മാണെന്ന് തോന്നുന്നു. നീ അവിടെ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ നോക്ക്. പായസം നിന്റെ അണ്ണാക്കിലും. നീ ഇപ്പൊ അങ്ങോട്ട് ചെല്ലേ. അതെ, ഞാൻ കാപ്പി കൊടുക്കുന്നിടത്തോടൊന്ന് പോയി നോക്കിയിട്ട് വരാം. ആ ചേച്ചി അതിന് തന്നെ. രാജി, എല്ലാരും കാപ്പി കുടിച്ചോ നോക്കണേ. നോക്കാം. എന്തൊക്കെയായി? ശാലിനി, പന്തല്ല കാര്യങ്ങൾ എന്തായെന്നൊന്ന് ചെന്ന് നോക്ക്. ഞാനെന്തിനാ? അവിടെ സൂപ്പർവൈസർ സാർ ഉണ്ടല്ലോ. ഓ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഒന്ന് വേഗം അവിടെ എത്തണം ആന്റി. താലി കെട്ടിക്കഴിഞ്ഞാ പിന്നെ ആ പൊന്നും പണമൊക്കെ ചെറുക്കം കൂട്ടരുടേതാ. അത് കൊള്ളയടിച്ചതാണോ മോഷ്ടിച്ചതാണോന്ന് അവരറിയേണ്ട കാര്യമില്ലല്ലോ. ആധാരം പണയം വെച്ച് എത്ര രൂപയാ വാങ്ങിച്ചെന്ന് പോളച്ചനോട് ആന്റി ചോദിച്ചില്ലല്ലോ. ശാലിനി ആയതുകൊണ്ട് ആ സ്വർണ്ണക്കട തന്നെ എഴുതി വാങ്ങിക്കാനും മതി. അപ്പൊ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് ചുരുക്കം. ചെല്ലു, കല്യാണം കഴിച്ച് അയാളുടെ വീട്ടിലേക്ക് ചെന്ന് കയറി കൊടുക്ക. നിനക്കൊക്കെ താങ്ങാൻ പറ്റിയ ബെസ്റ്റ് വീടാ. ഞാൻ വിളിച്ചോളാം. ആ ശരി. അവരെന്താ വരാത്തത്? ആശാനെ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നോടാ? പറ. സുഖമുള്ള പ്രശ്നമാണ്. ദേ അങ്ങോട്ട് നോക്ക്, 2 കിളികള്. മൂടുപോയി. ആകാശത്തല്ല ആശാനെ, വീട്ടുവരാന്തയില്. എന്ത്? അങ്ങോട്ട് നോക്ക്. ഇത് വിതയ്ക്കും കൊയ്യൊക്കെ ചെയ്യുന്ന കിളികളാ. ചെലപ്പോ ആശാനെ കുത്തി പറക്കാനും മതി. കുറെ നേരമായി ലൈൻ വലിക്കാൻ തുടങ്ങിയിട്ട്. അതും ഡബിൾ ലൈൻ. എവിടെ? നോക്ക്. അതെ, ഏട്ടത്തിയമ്മ നോക്കുന്നുണ്ട്. മുടിഞ്ഞ പ്രേമെന്നൊക്കെ പറഞ്ഞേ. നീയൊക്കെ എന്നെ ഉന്തി മരം കയറ്റിച്ചതിന്റെ ക്ഷീണേ ഇതുവരെ മാറിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പോരാടാ അടുത്തത്. അത് 2 എണ്ണം. അങ്ങോട്ട്. ഞാൻ കരുതിയതേ, ഏട്ടത്തിയമ്മയ്ക്ക് ആശാനോട് കാര്യമായൊരു പരിഗണന ഇല്ലാത്തൊരു സ്ഥിതിക്ക് നമുക്കിതൊരു ചതുഷ്കോണ പ്രണയകഥ ആക്കാമെന്ന. അപ്പോ ഏട്ടത്തിയമ്മയ്ക്ക് വാശി കൂടുകയും ചെയ്യും, ആശാനെ കൂടുതൽ ആത്മാർത്ഥമായി പ്രേമിക്കുകയും ചെയ്യുന്ന ഞാൻ കരുതിയത്. ഇതേ എന്റെ ശാലിനിയുടെ ചേച്ചിയുടെ കല്യാണ പന്തലായി പോയി. ഇല്ലെങ്കിൽ നിന്റെ മൂക്ക് ഞാൻ ഇടിച്ച് ചതുഷ്കോണം ആക്കിയനെ. മനസ്സിലായ? നമുക്കൊന്ന് മുട്ടി നോക്കിയല്ലോടി. ഞാൻ എപ്പോഴേ റെഡി. ഹലോ, കൊറേ നേരമല്ലോ നിന്ന് വെള്ളം ഇറക്കുന്നു. തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ളതേ അകത്തുണ്ട്. അങ്ങോട്ട് ചെല്ല്. ഇവൾക്കിത് എന്തിന്റെ സൂക്കേടാ? അസൂയ കണ്ടാലും മതി. ഞാൻ അത്രയ്ക്ക് മോശമാണോ? ശാലിനി മോളെ, അമ്മ വിളിക്കുന്നു. ഞാൻ പോയിട്ട് വരാം. ആദ്യം ഇഡലി ചമ്മന്തി. ഇപ്പൊ പോയിട്ട് വരാം. ശാരികയുടെ കല്യാണത്തോടെ എല്ലാം കലങ്ങി തെളിയാണല്ലോ ദൈവമേ. ശാരദേ, മകളുടെ കല്യാണം നടക്കുന്നതിന്റെ സന്തോഷത്തിലായിരിക്കും നീ ഇപ്പൊ.
എന്നാ കണ്ടോ, നിന്റെ മകളുടെ കഴുത്തിൽ താലി വീഴില്ല. ക്ഷണിച്ചു വരുത്തിയ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും മുന്നിൽ നാണം കെട്ട് നാറും നീയും നിന്റെ മക്കളും. അതിന് ഉത്തരവാദിയോ നിന്റെ മകള് തന്നെ. കെട്ടിപ്പൊക്കിയ പന്തലിൽ കെട്ടിത്തൂങ്ങി ചാകാം നിനക്ക് നിന്റെ മക്കൾക്കും ഇനി. അത് കണ്ടാലേ രാജേശ്വരിയുടെ കണ്ണിന് കുളിർമയാകും. സൗദാമിനിയപ്പച്ചിയുടെ സ്വഭാവം അങ്ങനെയാ. ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഓരോന്നങ്ങ് വിളിച്ചു പറയും. എവിടെയാ എന്താ പറയണ്ടെന്ന് ഒരു ബോധവും ഇല്ല. അമ്മ അന്വേഷിച്ചോ? ഞാനാ മോളെ വിളിക്കാൻ പറഞ്ഞത്. 30 പവനും തികച്ചുണ്ടല്ലോ അല്ലേ? ശാരികയുടെ ദേഹത്ത് അത്രയൊന്നും ഇട്ട് കണ്ടില്ല. അല്ല, നിങ്ങളെ സംശയം ഉണ്ടായിട്ടല്ല, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അമ്മേ, ഇനി വലം വെച്ച് കയറിക്കോളൂ. ഇവിടെ വന്ന് വലതുകാൽ വെച്ച് കയറിക്കോളൂ. വലതുകാൽ. ഇനി വധുവിനെ വിളിക്കാം. ഇറങ്ങിയോ? വാസ്തവത്തിൽ തന്റെ വീടിന്റെ ആധാരം മോഷ്ടിക്കപ്പെട്ടു എന്ന് സത്യഭാമ ഇപ്പൊ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഞാൻ ഇനി ഇപ്പൊ എന്ത് ചെയ്യും? ചെയ്യാനൊക്കെ പറ്റും. അല്ല, പോളച്ചന് എത്രയാ ആധാരം പണയത്തിന്മേൽ കൊടുത്തത്? 30 പവനും 10 ലക്ഷം രൂപയും. ആ, കെട്ട് നടന്നു കഴിഞ്ഞാലേ ആ 30 പവൻ ചെറുക്കൻ വീട്ടുകാരുടെ വകയാ. പോളച്ചനും അവരുമായിട്ട് ഒരു ഇടപാടും ഇല്ല. ശാരദയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സ്ത്രീധനം അവര് പോളച്ചന് തരേണ്ട ഒരു കാര്യമില്ല. നിർത്ത്. ഓപ്പറേഷൻ കുബേരയെന്നും സ്വർണ്ണക്കടത്തിന്നും ഒക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ടതല്ലേ ഉള്ളൂ. ഇൻകം ടാക്സും കസ്റ്റംസും IRSും എല്ലാം കൂടി കേറി അങ്ങ് മേഞ്ഞാലേ ഇപ്പൊ സ്വർണം തൂക്കാൻ ഉപയോഗിക്കുന്ന തുലാസിന്റെ പാത്രം എടുത്ത് മാറ്റിവെക്കുന്നത് നല്ലതാ പോളച്ച. വയസ്സുകാലത്ത് ഭാര്യയും കൂട്ടി തെരുവിലേക്ക് ഇറങ്ങുമ്പോ പിച്ചച്ചട്ടിയായിട്ട് ഉപയോഗിക്കാം. അവൻ ചെയ്യുന്നതിനൊന്നും ഇപ്പൊ ഈ സത്യഭാമ ഉത്തരവാദിയല്ല. എല്ലാത്തിനും കാരണം ഇവൾ ഒറ്റ ഒരുത്തിയാ. ആദ്യം എന്റെ മകനെ തട്ടിയെടുത്തു. ഇപ്പോ എന്റെ വീടിന്റെ അടിക്കല്ല് വിളക്കി എന്റെ കുടുംബം നശിപ്പിക്കാൻ. സത്യം, ഇക്കണക്കിന് പോയ ഈ കൂനാച്ചി പുരയിരിക്കുന്നിടത്ത് കൊട്ടാരം പണിയല്ലോടി നീ. എന്റെ രാഘവേട്ടനെ വീൽ ചെയറിലിരുത്തി ഞങ്ങളെ അങ്ങ് തെരുവിലിറക്കാനായിരുന്നു നിന്റെ ഉദ്ദേശമല്ലേ?
മിടുക്കിയ ശാരദ നിങ്ങളുടെ മകള്. മിടുക്കി, മിടുക്കി. എന്റെ മകനെ വലയെറിഞ്ഞു പിടിച്ചത് തന്നെ സത്യഭാമയുടെ പണപ്പെട്ടിയിൽ കണ്ണുവെച്ചിട്ടാണെന്ന് എനിക്ക് ഇപ്പോഴാ ബോധ്യമായത്. പക്ഷേ സത്യഭാമ ആരാണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല നീയൊന്നും. ഇതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില. ഇതിലെന്തോ കുഴപ്പമുണ്ട് സത്യാമ്മേ. ശാലിനി അങ്ങനെ ഒന്നും ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. സന്തോഷം. അപ്പൊ കുഴപ്പമുണ്ടെന്ന് ശാരദയ്ക്ക് മനസ്സിലായല്ലോ. കുഴപ്പമുണ്ടാക്കിയത് നിങ്ങളുടെ മകളാ. അതിനുള്ള പരിഹാരവും ഇവള് തന്നെ കാണണം. എനിക്ക് എന്റെ വീടിന്റെ ആധാരം മടക്കി കിട്ടിയിരിക്കണം, ഇന്ന് വൈകുന്നേരത്തിനകം. ഇല്ലെങ്കിൽ ആ ശിക്ഷ ഇവള് താങ്ങില്ല ശാരദ. ഇത് സത്യഭാമയുടെ തീരുമാനോ? ഞാൻ എന്റെ കുഞ്ഞിന്റെ കൈ കൊണ്ടു കൊടുത്തത് ഈ വീടിന്റെ ആധാരം തന്നെയാ. പക്ഷെ ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞത് പ്രകാരം പണയത്തിലിരിക്കുന്നത് സത്യാമ്മയുടെ വീടിന്റെ ആധാരവും. അങ്ങനെയാണെങ്കിൽ കല്യാണം നടത്തുന്നതിനുള്ള 30 പവനും 10 ലക്ഷം രൂപയും. ഇപ്പൊ കള്ളി പൊളിഞ്ഞില്ലേ ഭാമാൻഡി? ഈ വീടിന്റെ ആധാരം എന്ന് പറഞ്ഞ് ശാലിനി ഒരു കഥ കെട്ടിച്ചമച്ചതാ. അങ്ങനെ ഒരു സാധനമേ ഇല്ല. മേലിൽ സത്യഭാമയുടെ മുതലിൽ കൈവെക്കുമ്പോ നിനക്ക് ഓർമ്മയുണ്ടാവണം ഈ ശിക്ഷ. സത്യവതിയല്ലേ നിങ്ങളുടെ മകൾ? ഈ അഗ്നി പരീക്ഷ ജയിച്ചു വരാൻ പറയും, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ. അപ്പോ 6 മണി. ബാക്കി പൊളിച്ചടുക്കിക്കോ ചേച്ചി. ഞാൻ ഏറ്റു മോളെ, ഇന്ന് നമ്മുടെ ദിവസമല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.